സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടത് കള്ള ആനക്കൊമ്പ് മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ അയാൾക്കില്ലാത്ത കുറ്റമാണ് വേടൻ കാശ് കൊടുത്ത് വാങ്ങിയ പുലിപ്പല്ലിന്. മോഹൻലാലിന് ഇളവ് കൊടുത്ത് രായ്ക്ക് രാമാനം സർക്കാരിന്റെ ഉത്തരവിറങ്ങും, വേടൻ ജയിലിലും കിടക്കും. അതാണ് ജാതി പ്രിവിലേജ്. അങ്ങനെ ഈ പറഞ്ഞ വിഷയത്തെ ആ തരത്തിലും കാണുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് ചില കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇളവുകൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നത് ഇവിടെ നിയമത്തിന്റെ ഇങ്ങനെ ഒരു പുലിപ്പല്ല് പിടിച്ചു എന്ന് പറയുമ്പോൾ അയാൾ നാളെ വരെ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യലിലാണ്. അങ്ങനെ നിയമം രണ്ട് വ്യക്തികൾക്ക് രണ്ടാകുന്നുണ്ടോ? അതിൽ ചില പ്രിവിലേജുകൾ ചിലർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്രീത്, ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല? അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വയലേഷൻ അല്ലേ? അപ്പൊ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ വരേണ്യവർഗ്ഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ളയാളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് ആ പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് ഒന്നിലൊരു ആനയാണ്, രണ്ടാമത്തേതിലൊരു പുലിയാണ്. ഈ ആന എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ്, അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി. ഒന്ന് ആനയുടെ കൊമ്പാണ്. ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല. പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത്. അപ്പൊ ഇത് വർഷം 2011 അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു. ആ ആനക്കൊമ്പ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ, പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ, പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന, കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേരുണ്ടായിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ്. അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട്. ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത്? ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത്? മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു. അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്നറിയില്ലേ? അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട്. അത് അടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലാതെ അവരത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി. പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്